ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും ഗ്രാമപഞ്ചായത്തിലും ശുചിത്വ മിഷനിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. കരാർ നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ശുചിത്വ മിഷൻ ഓഫീസിലേക്ക് IEC ഇന്റേൺമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരു വർഷത്തേക്കാണ് ഇന്റേൺഷിപ്പ്. ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, സോഷ്യൽ വർക്ക് എന്നിവയിൽ ബിരുദമോ ബിരുദാനന്തര ഡിപ്ലോമയോ 2025 മാർച്ച് 1 ശേഷം നേടിയവരായിരിക്കണം. സ്റ്റൈപ്പൻഡ് പ്രതിമാസം 10,000 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം തിരുവനന്തപുരം മ്യൂസിയത്തിന് എതിർവശമുള്ള പബ്ലിക് ഓഫീസ് കോമ്പൗണ്ടിലെ റവന്യൂ കോംപ്ലക്സിൻ്റെ 4ാം നിലയിൽ പ്രവർത്തിക്കുന്ന ശുചിത്വ മിഷൻ ഓഫീസിൽ മാർച്ച് 13 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ രാത്രികാല സെക്യൂരിറ്റി സ്റ്റാഫിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 13 രാവിലെ 10 മണിക്ക് താലൂക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. 50 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 12 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അഭിമുഖം നടത്തുന്നുണ്ട്. ടീച്ചർ, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, മാനേജർ ട്രെയിനി, ക്ലസ്റ്റർ ഡെവലപ്മെന്റ് മാനേജർ, സീനിയർ ARDM, ഇൻഷുറൻസ് മാനേജർ തസ്തികകളിലേക്ക് നടക്കുന്ന അഭിമുഖത്തിൽ +2, ഡിഗ്രി, MSc, BSc മാത്സ്, ഡിപ്ലോമ യോഗ്യതയുള്ള 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും 300 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത അഭിമുഖത്തിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വനിതാ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. SSLC +2 യോഗ്യതയോടൊപ്പം ഡയറക്ടറേറ്റ് ഓഫ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം, കാറ്റഗറി എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം മാർച്ച് 12 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്ററിലേക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി, വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ് എന്നീ വിഷയങ്ങളിൽ ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 40 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും സഹിതം മാർച്ച് 12 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ പുത്തൂർവയൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ സ്വീപ്പർ, ധോബി, വാട്ടർ കാരിയർ, കുക്ക് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ മാർച്ച് 12 രാവിലെ 10:30 തിരിച്ചറിയൽ രേഖയുടെ അസലും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുമായി കൽപ്പറ്റ പുത്തൂർവയൽ ക്യാമ്പിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പൊന്മള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് OPയിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം മാർച്ച് 12 പൊന്മള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. B.Pharm അല്ലെങ്കിൽ D.Pharm യോഗ്യതയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പരിചയ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശൂർ ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തെറാപ്പി അസിസ്റ്റന്റ്, തെറാപ്പിസ്റ്റ് ഫീമെയിൽ, തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. വാക്കിൻ ഇന്റർവ്യൂവും സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷനും തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ
ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ വെച്ച് മാർച്ച് 12 രാവിലെ 9:30 നടക്കും. 10ാം ക്ലാസ് പാസ്സായ സർക്കാർ സ്ഥാപനങ്ങളിലോ പ്രശസ്ത സ്വകാര്യ ആയുർവേദ കേന്ദ്രത്തിലോ അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് തെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്കും, കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയായ അല്ലെങ്കിൽ നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിയിൽ 1 വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം, ബയോഡേറ്റ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയും ഇവയുടെ എല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അസിസ്റ്റന്റ് കം ഡാറ്റ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത +2 പാസ് കൂടാതെ കമ്പ്യൂട്ടർ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനം നിർബന്ധമാണ്. പ്രായം 50 വയസ്സിൽ കവിയരുത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 12 രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ഹാജരാകണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ശരണബാല്യം പദ്ധതിയിൽ ചൈൽഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാക്കിൻ ഇന്റർവ്യൂ മാർച്ച് 12 ഇടുക്കി കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത MSW അല്ലെങ്കിൽ MA സോഷ്യോളജി ആണ്. കൂടാതെ കുട്ടികളുടെ മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായം 40 വയസ്സ് തികയരുത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലിനൊപ്പം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഫോട്ടോയുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. അടുത്തത് കോട്ടയം ജില്ലയിൽ പാല KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ HMC വഴി നിയമനം നടത്തുന്നുണ്ട്. മാർച്ച് 12 രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിലാണ് അഭിമുഖം. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പകർപ്പും അപേക്ഷയും, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥിയെ നിയമിക്കുന്നുണ്ട്. സർക്കാർ അംഗീകൃത യോഗ്യതയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റ്, ബയോഡേറ്റ സഹിതം മാർച്ച് 12 ഉച്ചയ്ക്ക് 12 മണിക്ക് അയിരൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.